ഒരുപാട് സ്വപ്നങ്ങൾ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്തവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ വിമാനം തകർന്നു വീഴുന്ന സങ്കടകരമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. ഏറെ സ്വപ്നങ്ങൾ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്തവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീനാഥ്, മറ്റൊരു കാര്യം, ഈ അപകടവുമായി ബന്ധപ്പെട്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ മരിച്ചത് വിമാനത്തിലുള്ള യാത്രക്കാർ മാത്രമല്ല, നാട്ടുകാരും ഒപ്പം BG മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനായിട്ടുണ്ടോ? ആ സ്പോട്ടിൽ ഇനിയും മൃതദേഹങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തി റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹവും പറഞ്ഞത് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ദൗത്യം അവിടെ ശേഷിക്കുന്നില്ല. അതായത് ആരെങ്കിലും മരിച്ച നിലയിലോ അല്ലെങ്കിൽ പരിക്കേറ്റ നിലയിലോ അവിടെ നിന്ന് രക്ഷിക്കാനില്ല എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത് തന്നെയായിരുന്നു പ്രതികരണം. ഉയർന്ന IAS ഓഫീസർ വിനോദ് റാവുമായി ഞാൻ ഇന്നലെ സംസാരിച്ചതാണ്. അദ്ദേഹവും അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ, ഇവിടെ രക്ഷാദൗത്യം എന്ന് പറയുമ്പോൾ പോലും ഇനി ഒന്നും ശേഷിക്കാനില്ലാത്ത വിധം അത്ര വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുമുണ്ടായി. ആ തരത്തിൽ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടെത്താനില്ല. നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ ഏതാണ്ട് മുഴുവൻ സ്ഥലത്തും നമ്മൾ ചെന്ന് നോക്കിയതാണ്. രാത്രി ഈ മൃഗങ്ങൾ, ഈ ദുരന്തത്തിൽ മരിച്ച മൃഗങ്ങളുടെ ശരീരങ്ങൾ അത് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുപോലും വേദനാജനകമാണ്. കുഞ്ഞ് അണ്ണാൻ മുതൽ കിളികൾ മുതൽ ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന നായ്ക്കൾ വരെയുള്ള മൃഗങ്ങളുടെ ശരീരങ്ങൾ പോലും ഈ തീപിടുത്തത്തിൽ കരിഞ്ഞ അവസ്ഥയിൽ അത് പുറത്തേക്ക് നീക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി. ആ തരത്തിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമൊക്കെ തന്നെ രക്ഷപ്പെടാൻ ഒരു നിമിഷം പോലും കിട്ടാത്ത വിധം പെട്ടെന്നുണ്ടായ ഒരു ഉഗ്ര സ്ഫോടനം, വിമാനം വന്ന് പതിച്ചുണ്ടായ മഹാദുരന്തം, അതിൽ നിന്ന് രക്ഷപ്പെടുക അപൂർവം അല്ലെങ്കിൽ അവിശ്വസനീയമാണ്. അങ്ങനെ ഒരു അവിശ്വസനീയതയാണ് വിശ്വാസ് കുമാർ എന്ന ആ യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു ദൗത്യം, ആ തരത്തിൽ രക്ഷാദൗത്യം എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ നടക്കുന്നില്ല. പ്രധാനമന്ത്രി എത്തിയതിന് പിന്നാലെ ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ, ബാക്കി അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള സജ്ജീകരണങ്ങൾ പിന്നാലെ ഉണ്ടാകും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 മണിയോടെ പ്രധാനമന്ത്രി എത്തുമെന്നതാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ടല്ലോ, ഈ ഉച്ച സമയത്താണ്, ഇപ്പൊ ശ്രീനാഥ് അല്പസമയം മുൻപ് സൂചിപ്പിച്ചിരുന്നു, ഉച്ച സമയത്താണ് ഈ അപകടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റൽ മെസ്സിലേക്ക് ഭക്ഷണം കഴിക്കാനായി നിരവധി വിദ്യാർത്ഥികൾ എത്തിയിരുന്നു, ഡോക്ടേഴ്സ് എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ മരിച്ച അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ടവരുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ അധികൃതർക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ വിമാന അപകടത്തിൽപ്പെട്ടവരെ കൂടാതെയുള്ളവരുടെ കാര്യമാണ് ചോദിച്ചത്. തീർച്ചയായും അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി ഈ BG മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന PG വിദ്യാർത്ഥികളായ മലയാളികൾ 24-മായി സംസാരിച്ചതാണ്. അവരോട് നമ്മൾ വിശദമായി ഈ കാര്യങ്ങളിലെ നമ്മുടെ സംശയങ്ങൾ അവരോട് ചോദിച്ചതാണ്. അവർ പറഞ്ഞത് രാത്രിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്റ്റലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളവരുടെ പേര്, ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആളുകളുടെ പേര്, ഉച്ച സമയത്ത് ഇവിടെ വരാനുള്ള സാധ്യതയുള്ള ആളുകളുടെയൊക്കെ പേര് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് വെച്ച് ഈ ലിസ്റ്റ് വെച്ച് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ട് DNA പരിശോധനയൊക്കെ നടത്തിയാൽ മാത്രമേ ഇത് അവർ തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ആളുകൾ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ കണക്കുകൾ കൃത്യമായൊരു എണ്ണം പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കാതെ വരുന്നത്. പക്ഷേ ഈ അപകടം നടന്ന സമയത്തെക്കുറിച്ച് അവർ വലിയ ആശങ്ക നമ്മളോട് പങ്കുവച്ചിരുന്നു. രാത്രി നമ്മളോട് സംസാരിച്ച ആ 2 വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞത്, ഉച്ച സമയമാകുമ്പോൾ ഞങ്ങൾ ഈ PG വിദ്യാർത്ഥികൾ സാധാരണ ഈ ക്യാമ്പസിലല്ല താമസിക്കുന്നത്, UG വിദ്യാർത്ഥികളാണ് കൂടുതലായി ഇവിടെ താമസിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനും മറ്റുമായി PG വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരാറുണ്ട്. അവർ പലപ്പോഴും ഈ അപകടം നടന്ന വിമാനത്തിന് ആദ്യം ഭാഗം വന്ന് പതിക്കുന്ന ആ മെസ്സിൽ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്താറുണ്ട്. ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയവും ആ തരത്തിൽ പ്രധാനമാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു സമയത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. മാത്രമല്ല വിദ്യാർത്ഥികൾക്കൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർമാർ അവർ കുടുംബസമേതവും താമസിച്ചിരുന്നത് ഇതിലൊരു കെട്ടിടത്തിലാണ് എന്നും ആ
വിദ്യാർത്ഥികൾ നമ്മളോട് പറയുകയുണ്ടായി. ആ കുടുംബങ്ങളിൽ ചിലർക്കെങ്കിലും ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. 1-2 കുട്ടികളെ പീഡിയാട്രിക് വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചുകൂടി അവർ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ഡോക്ടർമാരുടെ കുടുംബങ്ങൾ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ UG വിദ്യാർത്ഥികളും ഉണ്ടാവും, ഒപ്പം തന്നെ PG വിദ്യാർത്ഥികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ ലഭ്യമാകുമ്പോൾ പോലും മരിച്ച ആളുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ മൃതദേഹങ്ങളുടെ എണ്ണം പറയുന്നതിനപ്പുറത്തേക്ക് അത് ആരൊക്കെയാണ് എന്ന കാര്യം പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ. ശ്രീനാഥ് ചന്ദ്രനാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 മണിയോടുകൂടി ദുരന്ത മേഖലയിലേക്ക് എത്തും. രമേശ് ബിശ്വാസ് കുമാർ എന്ന വിമാനത്തിലുണ്ടായിരുന്ന 38-കാരനായ യാത്രക്കാരനൊഴികെ ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഈ രമേശ് ബിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടൽ തന്നെ അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ മാത്രം വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു അത്. എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ കുറിച്ച് ഇപ്പോഴും യാതൊരു വ്യക്തതയുമില്ല. ബാക്കി വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരാണ്. ഇതിൻ്റെ അന്വേഷണമാണ് ഇനി പ്രധാനം. എന്താണ് ഈ മഹാദുരന്തത്തിന് വഴിവെച്ചത്, ഈ വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത തേടാനുള്ള ശ്രമമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാവുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് വിവിധ ഏജൻസികളുള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ വിമാന കമ്പനി പ്രഖ്യാപിച്ച അന്വേഷണമുണ്ട്. ഈ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ ഒരു സംഘത്തെ തന്നെ ഈ അന്വേഷണത്തിനൊരു സഹായം എന്നുള്ള നിലയിൽ അവരുടെ സംഘം കൂടി എത്തുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായ വിവിധ തലങ്ങളിലുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒരു പ്രത്യേക സമിതി കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകും. 290 പേർ മരിച്ചു എന്നുള്ളതാണ് റോയിറ്റേഴ്സൊക്കെ നൽകുന്ന വിവരം. ഈ വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റലിലെ 5 വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് യാത്രക്കാരല്ലാത്ത ആളുകൾ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എത്രത്തോളം വലിയൊരു ആഘാതമാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഈ ആളുകളെ, ഈ ജീവൻ നഷ്ടമായ ആളുകളെ പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ബന്ധുക്കളുടെയൊക്കെ DNA പരിശോധന പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക പോലുള്ള നടപടികളിലേക്ക് കടക്കുക. അതിൻ്റേതായ ഒരു കാലതാമസം ഉറപ്പായും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം രഞ്ജിതയുടെ മരണം അത് വലിയൊരു വേദനയായി മാറുന്നു. രാജ്യം ഒന്നാകെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ്.